അടിമാലി മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരന്തബാധിതർ നടത്തിവന്ന പ്രതിഷേധങ്ങളും സമരവും അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദുരിതബാധിതരായ 30 കുടുംബങ്ങൾക്ക് ഭൂമിയും പുനരധിവാസത്തിന് സൗകര്യവും ഒരുക്കുമെന്ന് ഉറപ്പു നൽകി. വാടക വീടുകൾ തയ്യാറാകുന്നതുവരെ അടിമാലിയിലെ MB കോളേജിൽ താമസ സൗകര്യമൊരുക്കും. ദേശീയപാതയിലെ മണ്ണു നീക്കൽ നാളെ പുനരാരംഭിക്കാനും തീരുമാനമായി. ഗവൺമെന്റിനോട് തന്നെ ആവശ്യം ആഷിഖ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആഷിഖ്, ഇപ്പോൾ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ വാർത്തകളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എന്തുറപ്പാണ് ജില്ലാ കളക്ടർ ഇവർക്ക് നൽകിയത്? അടിമാലി ദുരന്തത്തിലെ ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും കൃത്യമായി ഉറപ്പാക്കുമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചതെന്ന് തന്നെ പറയാം. നിലവിൽ ഏറ്റവും ഒടുവിൽ കളക്ടർ ഉറപ്പ് നൽകിയത് 30 കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പ് ആക്കും എന്നുള്ളതായിരുന്നു. നേരത്തെ 25 കുടുംബങ്ങളുടെ പുനരധിവാസമായിരുന്നു ആദ്യഘട്ടത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉറപ്പായത്. പക്ഷേ ആ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചായിരുന്നു ഇന്നും വലിയ പ്രതിഷേധം ദുരിതാശ്വാസ ക്യാമ്പിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു വരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായത്. ഏതായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരന്ത ബാധിതരല്ലാത്ത മറ്റുള്ളവരെല്ലാവരോടും വീടുകളിലേക്ക് മടങ്ങി പോകുവാനും ബാക്കി 30 കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള സൗകര്യമൊരുക്കാനും ഈ ഘട്ടത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാടക വീട് തയ്യാറാകുന്നവരെ IB കോളേജിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം വാടക വീടുകളുടെ തുക അടക്കമുള്ള കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി നിർവഹിക്കും എന്നും ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നാളെ മുതൽ തന്നെ ദേശീയപാതയിലെ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മണ്ണിടിഞ്ഞു വീണ ഏതാണ്ട് ഒരാഴ്ചയിലധിക കാലമായി ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയുള്ള മൂന്നാറിലേക്കുള്ള സഞ്ചാരം നിലച്ചിരിക്കുകയാണ്. മണ്ണ് പൂർണ്ണമായി നീക്കി സുരക്ഷാ ഭിത്തി അടക്കം കെട്ടേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നാളെ മുതൽ ദേശീയപാത അതോറിറ്റി കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഈ അപകടത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠനത്തിനും മറ്റുമായി 1 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു. അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് 3 ലക്ഷം രൂപ നൽകുമെന്നും ജില്ലാ കളക്ടർ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്.